നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി.ജെ.പി. അധികാരത്തിലേറിയ അന്ന് മുതൽ വലിയ വിവാദ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചിരുന്ന CPM-ന്റെ നേതൃത്വത്തിൽ അവരുടെ കൈപ്പിടിയിലായിരുന്നു തലസ്ഥാനത്തെ കോർപ്പറേഷൻ എന്നുള്ളത് എന്നൊക്കെ തന്നെ. ആര്യ എന്ന് പറയുന്ന മേയറുടെ നേതൃത്വത്തിൽ ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് വലിയ അഴിമതികളാണെന്നും ഭരണ പാളിച്ചകൾ കൊണ്ടാണ് പിന്നീട് ഈ ഒരു BJP-യിലേക്ക് ഈ പറയുന്നത് പോലെ ഭരണം പോയത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആര്യയെ പോലുള്ള നിരവധി ആളുകളുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ആയപ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് ആ തീരുമാനം തെറ്റിപ്പോയോ എന്നതടക്കം സംശയമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP-യുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ നിറയുമ്പോൾ തോന്നുന്നത്. കാപ്പ കേസ് പ്രതിയായിട്ടുള്ള കൗൺസിലർമാരാണ് ഈ പറയുന്ന കൗൺസിലുള്ളത് എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയോ എന്നുള്ള സംശയം. എന്തായാലും BJP-യുടെ ആ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് ചരിത്രം കുറിച്ചുകൊണ്ട് ചെങ്കോട്ട പൊളിച്ചുകൊണ്ട് BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനി അതേപോലെ തന്നെ തുടരാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ BJP കൗൺസിലറായിട്ടുള്ള കാപ്പ കേസ് തടവിൽ കഴിയുന്ന സുഗതന്റെ ചില വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിനു മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഓരോരുത്തരും അവരുടെ പ്രത്യേകം വിശ്വാസപ്രകാരമുള്ള ദൈവത്തിന്റെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷെ അത് നിയമലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിരുന്നു. ആ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് നിലവിൽ സുഗതൻ മാത്രമാണ്, കപ്പ കേസ് തടവിൽ കഴിയുന്നതുകൊണ്ട് സുഗതൻ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ചില നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. 2 മണിയോടെ സുഗതന് സത്യപ്രതിജ്ഞ ജയിലിനകത്ത് തന്നെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന തരത്തിലായിരിക്കും തീരുമാനം എന്നുള്ളതൊക്കെ കോടതിയുടെ ഒരു സൂചന വന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് മാത്രം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പേടിക്കാതെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം തുടരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇല്ല എന്നുള്ള തരത്തിലാണ് സൂചനകൾ പുറത്തുവരുന്നത്. അതായത് നിലവിൽ സത്യപ്രതിജ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി ജയിലിൽ തന്നെ അവസരം നൽകാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതെങ്കിൽ പോലും സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അടുത്ത കൗൺസിലിൽ പങ്കെടുത്തില്ല എങ്കിൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 51 സീറ്റ് അല്ലെങ്കിൽ 51 ഭൂരിപക്ഷം എന്നുള്ള BJPയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ 50-50 ചാൻസ് ആയതുകൊണ്ട് തന്നെ ഇനി BJPക്ക് അകത്തുള്ള ആളുകൾ മറ്റു പാർട്ടികളുടെ പിന്തുണച്ച് പോയാലോ എന്നുള്ള സംശയവും നിലവിലുണ്ട്. അതിനുള്ള ചരടുവലികളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. എന്തായാലും സുഗതൻ ഇന്നിപ്പോൾ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ പോലും BJPക്ക് ആശ്വസിക്കാനാകില്ല എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ BJP കൗൺസിലറുടെ കാപ്പ തടവിൽ സുപ്രധാന ചോദ്യങ്ങളുമായിട്ടാണ് ഹൈക്കോടതി രംഗത്തെത്തിയത്. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് നിലപാടെന്നും സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കോർപ്പറേഷനിൽ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചു കഴിഞ്ഞതാണ്. സുഗതനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്ന കാര്യം അംഗീകരിക്കണമെന്നും തെരഞ്ഞെടുപ്പിന് മുൻപേ ഉൾപ്പെട്ട കേസുകളിലല്ലല്ലോ സുഗതനെതിരെ കാപ്പ ചുമത്തിയതെന്നും സർക്കാരിനോട് കോടതി ചോദിച്ചു. അസാധാരണ സാഹചര്യമാണ് എന്നും ഇന്നുച്ചയ്ക്ക് 2-ന് ഉത്തരവ് ഇതിനെക്കുറിച്ച് നൽകാമെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. സത്യപ്രതിജ്ഞ ജയിലിൽ നടക്കും എന്ന് തന്നെയാണ് കോടതി ഇതിലൂടെ സൂചിപ്പിച്ചതെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പരിമിതമായി അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമ പ്രവർത്തകർക്കടക്കം ഈ സമയത്ത് ഈ പറയുന്ന ജയിലിലേക്ക് കയറാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോടതി നിർദ്ദേശിച്ചാൽ ഇതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്.
അതേസമയം കാപ്പ പ്രതിക്ക് ഭരണഘടനാപരമായി ഒരു അവകാശവും ഇല്ല എന്നും സർക്കാർ നിലവിൽ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ 20-ാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുങ്ങുന്നതെന്നാണ് വിവരം. നേരത്തെ നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ സുഗതന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. പക്ഷേ കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഇയാളെ ജയിൽ മോചിതനായാൽ മാത്രമേ ഇടക്കാല ജാമ്യം ബാധകമാകൂ എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് ജയിൽ മോചനം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ആർ സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ തന്നെ തുടരട്ടെ, പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ 101 അംഗ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 51 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് BJP ഭരിക്കുന്നത്. 50 BJP അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും എന്നുള്ള നിലയിലാണ് ഈ കോർപ്പറേഷൻ ഭരണം. പക്ഷേ ഈ പറയുന്നത് പോലെ വരുന്ന ദിവസങ്ങളിൽ ചേരുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ അടുത്ത തവണ ഉണ്ടാകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ടും അയാൾ അത്തരം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതായതോടെ ഈ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ടും കാര്യമുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഈ പറയുന്നത് പോലെ ആ കൗൺസിലിൽ സുഗതനെ എത്തിക്കാനുള്ള നടപടികൾ എത്രയും വേഗം തന്നെ BJPയുടെ നേതൃത്വത്തിൽ നടന്നേക്കാം എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് തന്നെ ആ ഒരു നടപടിക്ക് കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലറിന്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും BJPയും. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം സുഗതന്റെ വിഷയത്തിൽ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുന്ന ഒരാളുടെ വിഷയത്തിൽ എന്താണ് BJPക്ക് പറയാനുള്ളത് എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിരന്തരമായിട്ട് സുഗതൻ വിവാദത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ പ്രതിച്ഛായ തന്നെ തകരുന്ന തരത്തിലല്ലേ ഒരു കൗൺസിലർ കാപ്പ കേസ് പ്രതിയാകുന്നത് എന്ന തരത്തിലാണ്. അപ്പോൾ ഈ വിഷയത്തിന് മറുപടിയായിട്ട് മേയറായിട്ടുള്ള VV രാജേഷ് പറഞ്ഞ ഒരു തമാശയുണ്ട്. ഇവിടെ കൊലക്കേസ് പ്രതിയായ ആള് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടില്ലേ എന്നുള്ള തമാശ. നല്ല പ്രതിച്ഛായയാണല്ലോ അതിന്, പ്രതിച്ഛായ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ലെങ്കിൽ ഇതിനുമില്ല എന്നും പീഡനക്കേസിൽപ്പെട്ടവർ ഇവിടെ മന്ത്രിയായിട്ടില്ലേ എന്നും MLA മാരായിട്ടില്ലേ എന്നൊക്കെയാണ് VV ഇതേക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇത്തരം ഒരു ചോദ്യമൊക്കെ ഇവിടെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് തെറ്റിനെ തെറ്റുകൊണ്ട് ന്യായീകരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ നേതാക്കന്മാർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും നിലവിൽ സുഗതൻ ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്, അല്ലെങ്കിൽ ഇനി അധികം 6 മാസത്തേക്കെങ്കിലും ജയിലിൽ തുടരേണ്ടുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നുള്ളതാണ് വിവരം. സ്ഥാനം നിലനിർത്താൻ വേണ്ടി പാർട്ടി പ്രവർത്തകരും മേയറും മറ്റ് BJP അംഗങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, നിയമ പോരാട്ടങ്ങൾ നടത്തുമ്പോഴൊക്കെ അവിടെ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ സുഗതൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് തങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണകൂടത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അവിടുത്തെ ജനങ്ങൾ, സുഗതന്റെ വാർഡിലെ ജനങ്ങൾക്ക് ഇനി ആരാണ് ഉണ്ടാകുക എന്നുള്ളത് വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഇത്തരം നടപടികളൊക്കെ കാണുമ്പോൾ പൊതുജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും പിന്നെ അങ്ങോട്ട് എന്താവണം എന്നുള്ളത് ഈ നേതാക്കന്മാരുടെ മാത്രം തീരുമാനമായിരിക്കും എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ സുഗതന് ചെറിയൊരു ആശ്വാസമാകുന്ന തരത്തിൽ കോടതി വിധി വരാനുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ പോലും ഇനി എങ്ങനെയാണ് അടുത്ത കൗൺസിലിൽ സുഗതൻ എത്താൻ പോകുന്നത് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. സുഗതൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ BJPക്ക് ഭരണം നഷ്ടമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. BJPക്ക് ഭരണം നഷ്ടമാകുക എന്ന് പറയുമ്പോൾ ചരിത്രം കുറിച്ചുകൊണ്ട് ചെങ്കോട്ട പിടിച്ചെടുത്ത BJP ആണ് അത്തരത്തിൽ പതറാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലത്തെ സാഹചര്യത്തിൽ VVRന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന പല നടപടികളും എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, തെരുവുനായ ശല്യം അതിന് വലിയൊരു പരിഹാരം എന്നുള്ള രീതിയിൽ മുഴുവനായിട്ട് പരിഹരിച്ചില്ല എങ്കിൽ പോലും കഴിവിൽ പരമാവധി പലയിടങ്ങളിലും തെരുവുനായ്ക്കളെ ഷെല്ലിലേക്ക് മാറ്റാനുള്ള നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ സമിതിക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, അതേ തുടർന്നുള്ള നിരവധി കാര്യങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പല കടകളിലും അനധികൃതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കടകളും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BVRന്റെ നേതൃത്വത്തിൽ അടയ്ക്കുകയും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വശത്ത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ അത്തരം പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറുവശത്ത് ഈ പറയുന്നത് പോലെ കപ്പ കേസ് പ്രതിയടക്കം സംരക്ഷിക്കാനുള്ള BJPയുടെയും മേയറുടെയും ഒക്കെ നിലപാട് അതും വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും സുഗതൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ BJPക്ക് ഒരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.